ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അടിപൊളി ഫോൺ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ മൊബൈൽ ഏതാണെന്ന് വെച്ചാൽ റിയൽമിൻ്റെ C21 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഏതായാലും ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പം നമ്മളെ ഈ ഒരു റിയൽമിൻ്റെ C21 എന്ന് പറഞ്ഞ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം ഇതിൻ്റെ കുറച്ച് ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഈ ഒരു ഫോൺ വെറും 8000 രൂപയാണ്, 8000 റുപ്പീസാണ്. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന നല്ലൊരു ഹാൻഡ്സെറ്റ് തന്നെയാണ് റിയൽമി പുറത്തേക്ക് ഇറക്കിയത്. ഇതിൻ്റെ റിയൽമി C20 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മൊബൈലുണ്ട്, അതിനും ഇത് റേറ്റ് തന്നെ. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇതാണ്. കാരണം ഒരു റാം കൂടുതലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. 32 GB ഇൻറ്റർണൽ സ്റ്റോറേജും 3 GB റാമും 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു അത്യാവശ്യം നല്ല നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫോണാണ്. ഇനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും അതുപോലെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണാം. ഓക്കെ, സോ പൊട്ടിക്കുകയാണേ. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. ഞാൻ ഉമ്മൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹസികരമായ ഓരോ കാര്യങ്ങളിലൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ കഴിയുന്നത്. അൺബോക്സിങ്ങിന് ഗൈസ്, നമ്മളെ ഫോണ് ഗൈസ് എടുക്കാൻ പോവാണ്. അപ്പം ഓരോന്നായിട്ട് കാണിക്കാം. ഓരോന്നായിട്ട് എടുക്കാൻ പോകണം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഇതിന് കേസ് ഒന്നുമില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ നഷ്ടമായിപ്പോയി, കേസ് ഇല്ലാത്ത. ദെൻ ഗൈസ്, ബ്ലാക്ക് കളറിലെ ഒരു ഫോൺ സെറ്റാണ്. അത് നല്ലപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ബാറ്ററിൻ്റെ അഡാപ്റ്ററും പിന്നെ കേസും മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ച് കേസ് ഉണ്ട്, അതേപോലെ തന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റിയൽമി അതൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല. നമുക്ക് ആകെ കിട്ടാം യൂസ് ചെയ്യാനുള്ള ഒരു ഫോണും ഉണ്ടാവും, ഒരു മാനുവലും ഉണ്ടാവും, ഒരു ചാർജറും ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് റിയൽമി പണി തുടങ്ങുന്നത്. സോ ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങൾ നമുക്കറിയാം.
ഓക്കെ, നമ്മൾ ഫോൺ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫോണാണ്. കാരണം ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്, എന്താ 3 ക്യാമറ, അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ്, റിയൽമിൻ്റെ സ്പീക്കർ ഈ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് കുഴപ്പമില്ല, നല്ലൊരു സെറ്റപ്പിനനുസരിച്ചിട്ടുള്ള അടിപൊളി ഫോൺ തന്നെയാണിത്. പിന്നെ അതേമാതിരി തന്നെ ഫിംഗർ പ്രിൻറ്റ് 3 ക്യാമറ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ അൺലോക്ക് ചെയ്യാം. അത് നമ്മൾ ഏതൊരു ഫോൺ എടുക്കുകയാണെങ്കിലും അതിൻ്റെ സെറ്റിങ്സ് പോകണം. കാര്യം സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഞാൻ ഉമ്മാൻ്റെ വീട്ടിലാണ്, അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഉമ്മാൻ്റെ വീട്ടിൽ വരുമ്പോൾ എന്താ പറയുക, ആകെ സിസ്റ്റം സ്റ്റിക്ക് മാത്രമേ എടുത്തുള്ളൂ, മൈക്ക് എടുക്കാൻ എന്നോട് മറന്നു പോയി അയച്ചു ഗൈസ്. അതാണ്. സോ എന്താ പറയുക, സൗണ്ടിന് കാരണം ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഏതായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താ പറയുക, ഫോണിന് യാതൊരു കുഴപ്പമില്ല. ആദ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ആദ്യം എല്ലാവരും ഏതൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് അതിൻ്റെ അബൌട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഫോണിൻ്റെ എല്ലാ വേർഷനും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കിട്ടും. ഇത് ഞാൻ മൊത്തം ഒന്നും പറഞ്ഞുതരാം. റിയൽമി C21 ഫോണാണ്. ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. 3 GB റാം ഉണ്ട്, 32 GB നമ്മളെ ഇൻറ്റർണൽ മെമ്മറി ഉണ്ട്. സിം കാർഡ് നാനോ സിം കാർഡാണ്. 2 സിം കാർഡ് യൂസ് ചെയ്യാം. 2 സിം കാർഡും പിന്നെ അതേമാതിരി തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള സംഗതി ഉണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് എന്താ പറയുക, റിജക്ട് ടൂളിൻ്റെ സിമ്മിൻ്റെ കാര്യം കൂടാൻ പറ്റുന്ന സ്നാപ്പ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഞാൻ മറന്നു പോയതെന്ന് പറയാൻ, എല്ലാ ഫോണിലും ഉണ്ടാവും. നമുക്ക് ആദ്യം തന്നെ ഈ സിമ്മ് ഊരണ ആ ഭാഗം കണ്ടിട്ട് ഇത് ഊരിട്ട് എത്ര സിമ്മ് കൊള്ളും, എത്ര നാനോ കാർഡ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകണം. നമ്മളിത് പോവാണ്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ 2 ഇതിടാം, 2 സിമ്മ് നാനോ സിമ്മ് ഇടാം. അതേമാതിരി തന്നെ ഒരു മെമ്മറി കാർഡിൽ ഓൾറെഡി ഇടാൻ പറ്റുള്ളൂ ഇല്ലേ. അപ്പം 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇതിനുള്ളത്. ഓക്കെ, അതാണ് സംഗതി. അപ്പോൾ ഫോണ് അൺലോക്ക് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞു, എന്താ പറയുക, സെറ്റിങ്സിലാണ് ആദ്യം നമ്മൾ പണിയെടുക്കേണ്ടത്. എന്നിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫോണിൻ്റെ ക്യാമറ മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകേണ്ടത്. എബഡ് ഫോണിൽ ഞാൻ പറഞ്ഞ 3 GB റാമിൻ്റെ സിമ്മും കാര്യങ്ങളും അതേമാതിരി തന്നെ 32 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 128 ഒരു എക്സ്പാൻഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ഫോണിൻ്റെ എന്താ പറയുക, സെറ്റിങ്സ് ഇതുവരെ ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടിയേക്ക്, അതിനൊന്നും യാതൊരു ലാഗോ കാര്യങ്ങളോ ഒരു കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല സ്മൂത്ത്നെസ് ഉണ്ട് ഫോണും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ കുഴപ്പമില്ല, അടിപൊളി ക്യാമറ തന്നെയാണ് ഇതിൻ്റെ ഇത്. ഓക്കെ, നല്ല പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് തന്നെ എടുത്ത് കാണിക്കുക, കാരണം അത്രയും ബ്ലറിങ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ തന്നെ കണ്ടില്ലേ, നല്ല ഫോട്ടോ എടുത്ത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല എന്താ പറയുക ഫോൺ തന്നെയാണ്. നല്ലൊരു ക്യാമറ ഇതിൻ്റെ അകത്ത് ക്ലാരിറ്റിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. നല്ല എന്താ പറയുക ക്ലാരിറ്റിയും കാര്യം. പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ പോർട്രേറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ക്ലിയർ ആവില്ല, കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് എടുക്കണം. പോർട്രേറ്റ് ഫോൺ എടുക്കുമ്പോൾ പോർട്രേറ്റിലും യാതൊരു കുഴപ്പമൊന്നുമില്ല. പോർട്രേറ്റിൽ എന്താ പറയുക ബാക്ക് ഒക്കെ നന്നായിട്ട് ബ്ലറിൻ്റെ സൗണ്ട് കണ്ടില്ലേ. റിയൽമി ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ നല്ലപോലെ ബ്ലറായിട്ടുണ്ട്. പോർട്രേറ്റ് യാതൊരു കുഴപ്പമില്ല, ഫോട്ടോ കുഴപ്പമില്ല, വീഡിയോ ആണെങ്കിലോ അങ്ങനെ ശരി ഗൈസ് വീഡിയോയ്ക്ക് യാതൊരു സീനും ഇല്ല. വീഡിയോക്കൊക്കെ പക്ക ക്ലാരിറ്റിയിൽ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നല്ല ഫുൾ HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഓവർ ക്യാമറേൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നാൽ ഓവർ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ. ക്യാമറേൻ്റെ സെറ്റിങ്സ് കയറിയിട്ട് വീഡിയോ റെസൊല്യൂഷൻ 180pയിലുള്ളൂ. 4K എല്ലാ 180p, അതേപോലെ തന്നെ 720pയിലും ആണുള്ളത്. പിന്നെ എന്താ പറയുക, ഫോട്ടോസിലേക്ക് വരുമ്പോൾ എന്താ പറയുക, നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. കാരണം ഈ 2021 തമ്മിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ബാറ്ററി കപ്പാസിറ്റിയും അതേമാതിരി തന്നെ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ഷേപ്പിലും ചെറിയ വ്യത്യാസം എന്താ പറയുക 20യും 21 തമ്മിൽ എടുത്ത് വയ്ക്കും കാണാം. അതേമാതിരി തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. റിയൽമി C20 എന്തില്ല, ഫിംഗർ പ്രിൻ്റ് 20ഇല്ല. അതൊരു വെറും 1000 രൂപേൻ്റെ മാറ്റമുള്ളൂ. 7000 രൂപ 8000 റുപ്യ ഉള്ളൂ. 7000 റുപ്യ ഉള്ള റിയൽമി C20ക്ക് 21 8000 രൂപ ഉള്ളൂ. ഒരു 1000 റുപ്യേൻ്റെ മാറ്റത്തിന് എന്താ പറയുക 3 ക്യാമറ ഉണ്ട്, മറ്റേതിൽ ഒരൊറ്റ ക്യാമറ ഉള്ളൂ. ഇതിന് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, പിന്നെ HD ഡിസ്പ്ലേ ആണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേത് അത് അത്ര ക്വാളിറ്റി അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. ഇതും അതിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ മതിയാവും ഇതിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വരെ എൻ്റെ കൈമേലുള്ളിടത്തോളം കാലം
ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഫോൺ തന്നെ അവൈലബിൾ ആയിട്ട് കമ്പനി തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ആമസോൺ ഉൾപ്പെടെ ഗൂഗിൾ പേ ഉൾപ്പെടെ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ഫോൺ തന്നെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഫോൺ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ സീനൊന്നുമില്ല. ഓക്കെ, നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമി C21. ആരും വാങ്ങാൻ മറക്കണ്ട. ഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഫോൺ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ, യാതൊരു കുഴപ്പവും ഈ ഒരു ഫോണിന് ഇല്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ വേറെ സൗണ്ട് വെക്കുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. സൗണ്ട് ചെക്ക് ചെയ്തിട്ട് സൗണ്ടിന് യാതൊരു കുഴപ്പമില്ല, സൗണ്ട് കണ്ടീഷൻ തന്നെയാണ്. ഹെഡ്സെറ്റ് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഹെഡ്സെറ്റ് നല്ല ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുക, സോങ് കേൾക്കാനൊക്കെ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ബാക്കിലത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ചെറിയൊരു സ്പീക്കറാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സൗണ്ട് ഇതിനുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ട് ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹായ് ഗൈസ്, ഫ്രണ്ട് ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റിലാണുള്ളത്, അതുകൊണ്ട് നല്ലപോലെ ബ്ലറിങ് ഉണ്ട്. എനിക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഈ ക്യാമറ നോക്കിയിട്ട് മനസ്സിലാവുണ്ടല്ലോ, പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. നല്ല ബ്ലറിങ് ആണ് ബാക്കിൽ കാണുന്നത്. അതേമാതിരി തന്നെ എന്താ പറയുക, സാധാ ഫോട്ടോയിലെടുക്കുകയാണെങ്കിലും എന്താ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഈ ഒരു ഫോണിൽ ക്യാമറക്ക് പക്കായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, വീഡിയോ എടുക്കാമെന്ന് ഷേക്ക്. ഓക്കെ, വീഡിയോ പ്ലേ ചെയ്ത് വീഡിയോക്ക് തരം ക്വാളിറ്റിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ എൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ വീഡിയോസ് അല്ലാണ്ട് വേറെ ഏത് വീഡിയോസ് എടുക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ റൈക്കോ സ്ട്രൈക്കോ കിട്ടുക അറിയില്ല. അതുകൊണ്ടാണ്. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, സബ്സ്ക്രൈബ് ഗൈസ്, ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് അക്കൗണ്ട് ഉണ്ടാക്കണം, ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് സംഗതി. ഓക്കെ, ഫോൺ കുഴപ്പമില്ല, 100% ഗ്യാരണ്ടി. ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കാരണം നമ്മളെ ബഡ്ജറ്റിന് പറ്റിയ ഒരു അടിപൊളി ഫോൺ തന്നെയാണിത്. നമുക്ക് നമ്മളെ യൂസിനനുസരിച്ച് പറ്റിയ ഫോൺ തന്നെയാണ്. കാരണം റിയൽമി C21 എന്നാണ് ഇതിൻ്റെ ഫോണിൻ്റെ നെയിം, റിയൽമി C21. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓപ്പൺ ആക്കി കാണിച്ചാൽ അത്യാവശ്യം നല്ല വലുപ്പം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും എല്ലാം ഒതുങ്ങുന്ന നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ന്യൂ വേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും നല്ല ഫോൺ തന്നെയാണിത്. എന്താ പറയുക, 8,000 റുപ്പീസാണ് ഇതുള്ളത്. നമ്മളെ കൈമേൽ ഒതുങ്ങുന്ന. ഇനിയൊരു 12 കുറച്ചും കൂടി റേറ്റ് കൂടി കാണുമെങ്കിൽ കുറച്ച് റാം കൂടിയ സൈസ് ഉണ്ട്. അതേമാതിരി തന്നെ എന്താ പറയുക, ഒരു 12,000 ഒക്കെ ആണെങ്കിൽ ഓപ്പൻ്റെ അടിപൊളി വേറെയൊക്കെ സെറ്റ് ഉണ്ട്. പക്ഷേ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു ഫോൺ തന്നെയാണെന്നുള്ളത് ഇത് 100% ഗ്യാരണ്ടി തരാം. യാതൊരു കുഴപ്പമില്ല, നല്ല പ്രോസസ്സറാണ്, നല്ല വർക്കിംഗ് ആണെന്ന് അറിയില്ല. കാരണം ഇന്ന് എടുത്തിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടുള്ളൂ, ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും അറിയത്തുള്ളൂ. സോ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് റിയൽമി C21 ഏതെങ്കിലും ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ 21ൻ്റെ റിവ്യൂ കാണുക എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഫോൺ തന്നെയാണ് അതേ പറഞ്ഞത്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ആൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വാങ്ങാൻ മറക്കണ്ട. ബൈ.